സാമൂഹികക്ഷേമ പെൻഷൻ പദ്ധതിയിൽ തിരുത്തലിനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പട്ടികയിൽ കടന്നുകൂടിയ അനർഹരെ കണ്ടെത്തുവാൻ സൂക്ഷ്മ പരിശോധന നടത്തുവാനാണ് സർക്കാരിന്റെ തീരുമാനം. വാർഡ് തലത്തിലായിരിക്കും പരിശോധന. സോഷ്യൽ ഓഡിറ്റിംഗിനായി പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. അനർഹമായി പെൻഷൻ പറ്റുന്നവർക്കെതിരായ പരാതികൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. സർക്കാർ ജീവനക്കാരുടെ അടക്കം അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പട്ടിക പുറത്തു വന്നതോടെയായിരുന്നു പരാതികളുടെ എണ്ണവും വർദ്ധിച്ചത്. പുതിയ നിർദ്ദേശപ്രകാരം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രത്യേക പട്ടിക തയ്യാറാക്കും. വിശദമായ പരിശോധനയ്ക്ക് പേര് വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അതിനിടെ ജോലിയിലിരിക്കെ സാമൂഹിക പെൻഷൻ കൈപ്പറ്റിയവരുടെ പേര് വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കത്തിലൂടെ ആവശ്യപ്പെട്ടു. പേരുകൾ പുറത്തുവിട്ടില്ലെങ്കിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ കൂടി സംശയത്തിന്റെ നിഴലിലാകുമെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും നൽകിയ കത്തിൽ പറയുന്നു. സാമൂഹിക പെൻഷൻ പട്ടികയിൽ അനർഹരായ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മുമ്പ് തന്നെ CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ CAGയെ അറിയിച്ചിരുന്നതാണ്. എന്നിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചില്ലെന്നത് അത്ഭുതമാണെന്നും കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്ന പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ. ജീവിതം വഴിമുട്ടിയവർക്ക് മാസം 1600 രൂപ കിട്ടുന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയിൽ നിന്ന് 10,000 ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ കൈയിട്ടുമായിരുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെയുള്ള 1458 പേരാണ് അനധികൃതമായി മാസം തോറും 1600 രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ധനവകുപ്പിന്റെ നിർദ്ദേശത്തിൽ ഇൻഫോർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അനധികൃതമായി കൈപ്പറ്റിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനർഹമായി 1458 പേർക്ക് മാസം തോറും ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ ഒരു മാസം പൊതുഖജനാവിൽ നിന്ന് നഷ്ടമാകുന്നത് 23 ലക്ഷം രൂപയോളമാണ്. ഒരു വർഷമെടുത്താൽ അത് 2.25 കോടിയോളം വരും.